ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നന്ദുവും അനിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ അനന്തപുരിയിൽ എല്ലാവരും കാണുകയാണ്. അനാമികയ്ക്ക് ഇത് വേണു എടുത്ത് അയച്ചു കൊടുത്ത് അനാമിക അവിടെ ഒരു വലിയ പ്രശ്നമൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. ജാനകിയാണെങ്കിൽ അനാമികയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ് കേട്ടോ. അനിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അപ്പം അനി പറയുന്നുണ്ട്, എൻ്റെ നശിച്ച ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനിയോട് ഭയങ്കരമായ ദേഷ്യമാവുകയാണ് പിന്നെ അനാമികയ്ക്ക്. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതായിരുന്നെങ്കിൽ, ആ പോയ വഴിക്ക് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും ചത്തൊടുങ്ങിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് അനാമിക വിചാരിക്കുക. അങ്ങനെ വേണുവും രേവതിയുമൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും അനിയെ തട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ അങ്ങ് കൊടുക്കുകയാണ്. ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി കയറിപ്പോയി കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ ജാനകി തുള്ളിച്ചാടി ജാനകിയും പോവുക. ജാനകി എന്നിട്ട് പറയുന്നുണ്ട് അജയനോട്, അത് നിങ്ങളെല്ലാ കാര്യത്തിലും മകനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നില്ലേ, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ അവനെന്താ കാണിക്കുന്നതെന്ന്, അവൻ വെറുതെ എല്ലാവരും പറയുന്നതാണ് എന്ന് പറഞ്ഞ് അനാമികയെ കുറ്റപ്പെടുത്തിയില്ലേ, ഇനിയിപ്പോൾ അനാമികയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അജയൻ പറയാം, എന്താ അതിനിപ്പോൾ ഉണ്ടായത്, അനാമിക അവന് സൗര്യം കൊടുക്കാറില്ല, അവന് നേരത്തെ മുതൽ നന്ദുവിനെയായിരുന്നു ഇഷ്ടം, പക്ഷേ നിങ്ങൾക്കാർക്കും നന്ദു ഇങ്ങോട്ട് കയറി വരുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ഇഷ്ടം വേണ്ടെന്ന് വെച്ചു. പിന്നെ അനാമികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായപ്പോൾ പിന്നെ അവൻ നന്ദുവിലേക്ക് വീണ്ടും ചാഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. അവൻ മനസ്സ് മടുത്ത് മരിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പം ആൽത്തറയിൽ പോയി കിടന്നത്. നന്ദു കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയത് കൊണ്ട് മാത്രമായിരിക്കും അവൻ തിരിച്ചിങ്ങോട്ട് എത്തിയത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള പെണ്ണിനെ കണ്ടപ്പോൾ അവനൊന്ന് കെട്ടിപ്പിടിച്ചു. അത്രയല്ലേ ഇവിടെ സംഭവിച്ചുള്ളൂ. ഇതിന് ഇത്രയും പുകിലൊക്കെ ഉണ്ടാക്കണോ? ഇതിനൊക്കെ യഥാർത്ഥ കാരണം അനാമിക തന്നെയാണ്. അപ്പോൾ ജാനകി പറയും, ഓ ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അനാമിക മോളെ വീണ്ടും കുറ്റം പറയാനായിട്ട്, ആ കുട്ടി ആയതുകൊണ്ടല്ലേ ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നത്. അനാമികയുടെ അച്ഛൻ വേണുവിൻ്റെ രേവതിയൊക്കെ ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കിത് താങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവർക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ അവരെന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ. ജാനകി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ പറയുന്ന നിൻ്റെ ഈ മരുമകളുണ്ടല്ലോ, അവൾ അത്ര നല്ല സ്വഭാവക്കാരിയൊന്നും അല്ല. അങ്ങനെയുള്ളപ്പം നീ കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യണ്ട. നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ മോനെയാണ്, അത് നീ ഓർക്കണം. അവനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കണ്ണീരൊഴുകി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അവൻ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്, അവനെ കൂടി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അവൻ്റെ മനസ്സ് തകർന്ന അവനിന്ന് കയറിപ്പോയത്. അപ്പം ജാനകി പറയാം, പിന്നെ അവൻ്റെ മനസ്സ് തകർന്ന് ആ മുട്ടേച്ചിയെ കെട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? പക്ഷെ ഞാൻ സമ്മതിക്കില്ല, അതിന് ഒരിക്കലും സമ്മതിക്കില്ല. അനാമിക മോള് മാത്രമേ എൻ്റെ മരുമകളായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊരുത്തി എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയുക. അപ്പം അജയന് പിന്നെ ഒന്നും പറയാനില്ല. അജയൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ റൂമിൽ അനി ചെന്നു, അനാമികയും ചെന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഒരു പൂര അടി തന്നെ ഉണ്ടാകുകയാണ്. അനാമിക ചോദിക്കുക, നീ പുറപ്പെട്ടു പോയിട്ട് പിന്നെ എന്താ? ആ നന്ദു വിളിച്ചത് കൊണ്ടായിരിക്കും തിരിച്ചു പോന്നത്, കാമുകിയെ സന്തോഷിപ്പിക്കാൻ അല്ലേടാ. പാനി പറയാം, എൻ്റെ പൊന്നനാമികെ, ഞാൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്, നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വിചാരിച്ച് വരെയാണ് ആ അൽച്ചോട്ടി പോയി കിടന്നത്, കുറച്ച് മനസമാധാനം കിട്ടുമെന്ന് വിചാരിച്ച്. ഓഹോ, അങ്ങനെ മനസമാധാനം കിട്ടുമായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ആഴ്ചോട്ടി തന്നെ കിടന്നാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ പാടില്ലായിരുന്നോ? പാനി പറയാ, നിന്റെ ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം. അധികം താമസിക്കാതെ നീ എന്നെ കൊല്ലുമെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സ് തകർന്നു പോയി. എനിക്ക് നന്ദുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അനാമിക, ഞാൻ നിന്നോട് പറയാം. ദയവ് ചെയ്ത് നീ എന്നെ വെറുതെ വിട്. അപ്പം അനാമിക പറയും, ഓഹോ, അപ്പം നിനക്ക് ഇത്രയൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഭാര്യയായിട്ട് ഞാനിവിടെ ഉള്ളപ്പോഴും നിനക്ക് കാമുകിയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് എൻ്റെ മുഖത്ത് നോക്കി നീ പറയുകയാണല്ലേ? നിനക്ക് ഉളുപ്പുണ്ടോ അനി? അനി പറയാണ്, അപ്പം എനിക്കൊരു ഉളുപ്പുമില്ല. ഒരു പക്ഷെ നീയും ഒത്ത് ജീവിതം തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറേയൊക്കെ മാറ്റം ഉണ്ടാവുമെന്നും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നും ഒക്കെ ഞാൻ കരുതി. നന്ദുവിനെ മറക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിന്റെ സ്വഭാവം കാരണം, നീ എന്നെ ഉപദ്രവിക്കുന്നത് കാരണം ഒരു ദിവസമെങ്കിലും നീ എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ടോ? നീ സ്വത്ത്, പണം, കള്ളത്തരം ഇത് മാത്രമല്ലേ നിനക്കുള്ളൂ? അനന്തപുരിയിലെ സ്വത്ത് മാത്രം മോഹിച്ചാണ് നീ വന്നതെന്ന് നീ പല പ്രാവശ്യം പറഞ്ഞില്ലേ? നീ പല ആൺകുട്ടികളുടെയും കൂടെ കറങ്ങി നടക്കല്ലേ? നിനക്ക് വേറെ കാമുകന്മാരില്ലേ? ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അനാമിയെ കണ്ടത്.
നീയുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നന്ദുവിലേക്ക് ഞാൻ കൂടുതൽ അടുത്തത്, നന്ദുവിൻ്റെ സ്നേഹത്തിനായി ഞാൻ ആഗ്രഹിച്ചത്. എനിക്കിനിയിപ്പം നിൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റുകയില്ല. ദയവേത് നീ എനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം. അപ്പോൾ അനാമിക പറയാണ്, പിന്നെ നീ പറയുമ്പോഴേ നിനക്ക് ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം. അത് നിയമപരമായിട്ട് നീ അങ്ങ് നീങ്ങിക്കോ. അതിനൊക്കെ ശേഷം ആലോചിക്കാം. എനിക്ക് നീയുമായിട്ടുള്ള ബന്ധം വേർപിരിയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. നിനക്ക് ആഗ്രഹമില്ലായിരിക്കും. നിനക്ക് ആഗ്രഹമില്ല. എന്നെ തൊലയ്ക്കണം എന്നല്ലേ നിനക്കുള്ളൂ, എന്നെ വിഷമിപ്പിക്കണം എന്നല്ലേ നിനക്കുള്ളൂ. പക്ഷേ എനിക്കൊരു മോചനം വേണം അനാമിക ഇതിൽ നിന്ന്. അപ്പോൾ അനാമിക പറയാണ്, നിന്നെ ഒരിക്കലും ഞാൻ മോചിപ്പിക്കില്ല. നിന്റെ കൂടെയുള്ള ജീവിതം മോഹിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ അങ്ങ് ഒഴിയുന്ന ഒഴിവിലേക്ക് അവളെ വിളിച്ച് കയറ്റും, ആ നന്ദുവിനെ. നീയും അവളും കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന എനിക്ക് കാണാൻ വയ്യ. ഇനിയിപ്പം നീ എവിടെയെങ്കിലും പോയി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീയും അവളും കൂടെ ഒന്നിച്ചുള്ള ഒരു സന്തോഷ ജീവിതം ഉണ്ടല്ലോ, അത് മുന്നോട്ട് പോകുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അനി പറയാ, അപ്പം നിന്റെ ആഗ്രഹം ഞാൻ മരിക്കണം എന്ന് തന്നെയാണ്. ഇങ്ങനൊരു ജീവിതത്തെ തുടരാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല അനാമികയെ. ഞാൻ ഒരിക്കലും നിൻ്റെ ഒപ്പം ഇനി സന്തോഷത്തോടെ ജീവിച്ച് പോകുകയില്ല. ഇനി നമ്മൾ തമ്മിൽ എത്രയൊക്കെ ഒരുമിക്കാൻ ആരൊക്കെ പറഞ്ഞാലും ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ തന്നെ ആവുള്ളൂ. നിൻ്റെ ഒപ്പം ഒരു ജീവിതം എനിക്ക് വേണ്ട. അങ്ങനൊരു ജീവിതത്തെക്കാളും എത്രയോ നല്ലതാണ് മരണം. ഞാനത് സ്വയം തിരഞ്ഞെടുക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ സ്വയം തിരഞ്ഞെടുത്തോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ പോയിന്ന് ചത്തൂടെയെന്ന്. എനിക്ക് ആ ഒരു ഒഴിവിലെങ്കിലും ഇവിടുത്തെ സ്വത്തും പണവും വീതവും ഒക്കെ കിട്ടും. പിന്നെ ഞാൻ ചെറുപ്പമല്ലേ. മുത്തശ്ശൻ ഒരിക്കലും എന്നോട് പറയില്ല വേറെ വിവാഹം കഴിക്കേണ്ടെന്ന്. എല്ലാം കഴിയുമ്പോൾ മുത്തശ്ശൻ തന്നെ പറയും, അനാമിക മോളെ നീ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളെ. പിന്നെ എനിക്കെന്താ പ്രശ്നം? ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഏക തടസ്സം നീയാ അനി. അതുകൊണ്ട് നീ പോയി ചാക്. അല്ലാതെ നിനക്കൊരു ഡിവോഴ്സ് ഒന്നും തരാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവളും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പം എനിക്കങ്ങ് ദേഷ്യം വരും. ആകെപ്പാടെ വിഷമിച്ച് ഇനി എന്തൊരു കഷ്ടമാണിതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ബെഡി കിടക്കുകയാണ്. അപ്പം അനാമിക ഇങ്ങനെ ആലോചിക്കുക, ഇവൻ കൊള്ളാം, അവൻ എന്നാലും നന്ദുവിനെ മറക്കില്ല. ഇത്രയൊക്കെ ഒരു ഭൂമി കുലുക്കം അനന്തപുരിയിൽ ഉണ്ടാക്കിയിട്ടും അവനതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ഒരിക്കലും ഇവൻ എൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവനെ ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കണ്ട. ഇവൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ ഒരു കൊട്ടേഷൻ കൊടുത്തങ്ങ് ഞാൻ തീർക്കും. അല്ലാതെ അവളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ എനിക്ക് ശക്തിയില്ല. അങ്ങനെ പറയാണ്. അപ്പം അനാമികയുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെങ്കിലും അനിയെ കൊന്നു കളയണം എന്നുള്ള ചിന്ത വന്ന് കയറുകയാണ്. അതേസമയം ആദർശും നയനയും കൂടെ സംസാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് നയന, എന്തൊരു കഷ്ടമാണിത്. ആ നന്ദു അനിയും കൂടെയുള്ള ആ വീഡിയോ അനന്തപുരിയിൽ എല്ലാവരും കണ്ടു. ആരായിരിക്കും ഈ ചതി ചെയ്തത്? ആരായിരിക്കും ഈ വീഡിയോ എടുത്ത് അനാമികയ്ക്ക് കൊടുത്തത്? അവൾ ഇതിൻ്റെ ഇടയ്ക്ക് ആളുകളെ വിട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ നയന പറയുമ്പോൾ ആദർശ് പറയാ, അത് വേറെ ആരാവാനാ, അവളുടെ അച്ഛൻ വേണു തന്നെയായിരിക്കും. അനിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പം നന്ദുവിനെ ഫോളോ ചെയ്ത് അയാളെ വിട്ടിട്ടുണ്ടായിരിക്കും ഈ അനാമിക. കാരണം നന്ദുവിനെ അല്ലായിരുന്നോ സംശയം? അനി നന്ദുവിൻ്റെ കൂടെ ഉണ്ടെന്നായിരുന്നു അവരുടെ വിചാരം. അങ്ങനെ ചെന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കണ്ടത്. അപ്പോൾ നയന പറയാ, എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അനിയോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഈ കുട്ടികൾ എന്താ ഇങ്ങനെ? അപ്പോൾ ആദർശ് പറയാണ്, അതാ സ്നേഹം. അനിക്ക് നന്ദു ഇല്ലാതെ പറ്റില്ല. നന്ദുവും അവനോട് അകൽച്ചയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലും അനിയോടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അത്രയും സമയം അവനെ കാണാതിരുന്നിട്ട് അവൾ അന്വേഷിച്ച് ചെന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല നയനെ. അപ്പം നയന പറയാണ്, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ, നന്ദുവിനോട് എനിക്ക് സംസാരിക്കണം. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അനിയും നന്ദുവും ഒന്നിക്കാൻ പറ്റില്ല. കാരണം അനന്തപുരിയിൽ ഇപ്പോൾ തന്നെ വലിയൊരു പ്രശ്നമാണ്. ഇനി ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ എന്തായി തീരുമെന്ന് പറയാൻ പറ്റില്ല. അമ്മയെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയന കനകയെ വിളിക്കുക. കനക ഫോൺ എടുക്കുന്നുണ്ട്. കനക ചോദിക്കുക, എന്താ മോളെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിൻ്റെ ഒച്ചയൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ? അപ്പോൾ കനകയോട് നയന പറയുക, അതമ്മേ, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. നന്ദു അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക. ഉണ്ടല്ലോ, നന്ദു മോള് ഇവിടെ ഉണ്ടല്ലോ. അനിയെ കണ്ടു കിട്ടിയെന്ന് അവൾ പറഞ്ഞു. ആൾത്തറയിൽ കിടക്കുകയായിരുന്നെന്നും അങ്ങനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും. അനന്തപുരിയിൽ അനി എത്തിയിട്ട് അനാമിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ മോളെ?
അപ്പോൾ നയന പറയാണ്, പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളമ്മേ, എന്തു പറയാനാ, ഓരോരോ കാര്യങ്ങൾ. നന്ദുവിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അനിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട, അവനെ വെറുതെ വിട്ടേക്കെന്ന്. അവളും അത് മനസ്സിലാക്കുന്നില്ല. എന്താ നന്ദുമോന് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അനിയാണെങ്കിലും അതുപോലെ തന്നെ. ഇനിയിപ്പം ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അപ്പം കനക പറയേ, എന്താ മോളെ ഇപ്പം, എന്താ ഇപ്പം പ്രത്യേകിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ? അതെൻ്റെ അമ്മേ, അനി ആലിഞ്ചുവട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. വീട്ടിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവൻ മാറി നിൽക്കുമായിരുന്നു. നന്ദുവിന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നന്ദു ആലിഞ്ചുവട്ടിലേക്ക് പോയത്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു അനിയെ കണ്ടിരുന്നുവെന്ന്. അങ്ങനെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ആലിഞ്ചുവട്ടിൽ അനിയെ കണ്ടു. അനിയെ വിളിച്ച് എണീപ്പിച്ച് നന്ദു എന്താ അനി കാണിച്ചതെന്നൊക്കെ ചോദിച്ച സമയത്ത് അനി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നന്ദുവും അനിയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോയും ഒക്കെ വേറെ ആരോ ഷൂട്ട് ചെയ്ത് ആ അനാമികയ്ക്ക് അയച്ചു കൊടുത്തു. അവർ തമ്മിൽ ഇങ്ങനെ ഒരു അവിഹിത ബന്ധമാണെന്നും നന്ദുവിൻ്റെ കൂടെയായിരുന്നു അനിയെന്നും ഒക്കെ പ്രചരിപ്പിച്ചു. സത്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥയായി. അനന്തപുരിയിലെ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും മുമ്പിൽ വരെ ആ വീഡിയോ പ്രദർശിപ്പിച്ചു അനാമിക. അതിൻ്റെ പേരിൽ അവരെ ഒരു പുകിൽ തന്നെ ഉണ്ടായി. ഇളയമ്മയും ഒക്കെ വല്ലാതെ ദേഷ്യപ്പെട്ടു. നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. കൂടെ എന്നെയും നവ്യേച്ചിയും എല്ലാം കുറ്റപ്പെടുത്തി. നന്ദു കാരണമാണ് എല്ലാം സംഭവിക്കുന്നതെന്ന് അവർ പറയുന്നത്. ഈ വീഡിയോ വച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എനിക്കങ്ങ് തൊലി ഉരിഞ്ഞു പോയമ്മേ എന്ന് പറയുമ്പം കനക പറയാം, അയ്യോ മോളെ, എന്താ ഈ കേൾക്കുന്നത്? ഇങ്ങനൊരു വീഡിയോയോ? അത് അനന്തപുരിയിലെ മുത്തശ്ശനും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും കണ്ടെന്നോ? നന്ദുമോൻ എന്ത് വിചാരിച്ച ഇത്? ഞാൻ ഇനി അവളെ പറയാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അവളെ ഞാൻ തല്ലുക വരെ ചെയ്തു. ആ ദേഷ്യത്തിന് അന്ന് അവൾ അനിയുടെ കുത്തിന് കയറി പിടിച്ചത്. എന്നിട്ട് ഇപ്പോഴും വീണ്ടും ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഒരു സമാധാനവും ഇല്ല. ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. അപ്പം നയന പറയാം, അമ്മ അവളോട് ദേഷ്യപ്പെട്ടൊന്നും ചോദിക്കാനൊന്നും പോകണ്ട. അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. ആ സമയത്തെ വിഷമത്തിന് അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. ഇല്ല, ഞാൻ അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ എന്ന് കനകയും പറയാം. എന്നിട്ട് കനക പോയിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, നന്ദു, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നീ അനി ആലിഞ്ചോട്ടിൽ നിന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ? ആലിഞ്ചോട്ടിയത്ത് വെച്ച് എന്താ ഉണ്ടായത് നിങ്ങൾ തമ്മിൽ? എന്താ ഉണ്ടായെന്ന്? അപ്പം നന്ദു പറയേ, എന്തുണ്ടാകാനാ, അനിയെ ഞാൻ കൊണ്ടുവന്ന് നയനേച്ചയുടെയും ആദർശേട്ടൻ്റെയും കൂടെ ഏൽപ്പിച്ചല്ലോ. അത് മാത്രമേ ഉണ്ടായുള്ളൂ അവിടെ. നിങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ അനന്തപുരിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അനാമിക. അതെങ്ങനെ സംഭവിച്ചു? അപ്പം നന്ദു അന്തം വിട്ടു പോവാ. നന്ദു പറയാ, അതെങ്ങനെ സംഭവിച്ചു? അനി ആ സമയത്തെ വിഷമത്തിന് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചെന്നുള്ളത് സത്യവാ. ഞാനും അവനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. അത് വീഡിയോ ആയിട്ട് ആരാ അനാമികയുടെ മുമ്പിലേക്ക് കൊടുത്തത്? അതെങ്ങനെയാണ് അനന്തപുരിയിൽ എത്തിയത്? അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട് കനക, നയനെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് അനാമികയ്ക്ക് ആ വീഡിയോ കിട്ടിയെന്നും അത് അനന്തപുരിയിൽ എല്ലാവരെയും കാണിച്ച് അവിടെ ഒരു വലിയ പ്രശ്നമാക്കിയെന്നൊക്കെ, നയനയ്ക്ക് അവിടെ നിന്നു പോകാൻ പറ്റാത്ത അവസ്ഥ പോലെ ആക്കിയെന്നൊക്കെ. അപ്പം നന്ദു ഓണ്ടും മിണ്ടാ കുനിഞ്ഞു നിൽക്കുക. വന്നിട്ട് പറയാം, അമ്മേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അനി എന്നെ ഓർത്താ വിഷമിക്കുന്നത്. എൻ്റെ കൂടെയുള്ളൊരു ജീവിതം അവനെ ആഗ്രഹിക്കുന്നത്. അവനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ ഒരു നിമിഷം മരണത്തിലേക്ക് വരെ പോകാൻ പോയ അനി എന്നെ കണ്ടൊന്ന് ആശ്വസിച്ച് കെട്ടിപ്പിടിച്ചപ്പം ഞാൻ അവനെ എന്ത് പറയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നന്ദു. അപ്പോൾ കനക പറയാം, ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല നന്ദു. അനി നിന്നിൽ നിന്ന് അകലണം. അല്ലെങ്കിൽ അനാമികയുടെയും അവൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അനി നിന്നിൽ നിന്ന് അകലണമെങ്കിൽ നിൻ്റെ വിവാഹം കഴിയണം. നീ മറ്റൊരാളെ ഭർത്താവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അനി നിൻ്റെ പുറകെ വരില്ല. അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി തീരുമാനിക്കാൻ പോവാണ്. അച്ഛനുമായിട്ട് സംസാരിച്ച ശേഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അപ്പോഴേക്കും ഉടനെ നന്ദു പറയാണ്, ഇല്ല, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കില്ല. എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട. എനിക്ക് മറ്റൊരാളെ ഉടനെ ഒരു ഭർത്താവായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കനക വഴക്ക് പറയാം. അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഗോവിന്ദൻ ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇപ്പോൾ ഈ പാതിരാത്രിയിൽ? അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറയുകയാണ് കനക. അപ്പോൾ ഗോവിന്ദന് പറയുന്നുണ്ട്, കനകെ, നീ പറഞ്ഞതാ ശരി. നന്ദുവിന് ഇനി ഒരു വിവാഹം കഴിക്കാം. ഇപ്പോൾ ഒരു ജോലിയൊക്കെ ആയി. അവളുടെ കരിയറിൽ അവർ ശ്രദ്ധിച്ചു. ഇനിയിപ്പം ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുക. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരും. നന്ദുമോൻ ഇത് മനസ്സിലാക്കണം എന്ന് പറയുക. അപ്പം നന്ദു ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി അങ്ങ് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം അനാമിക പിറ്റേ ദിവസം തന്നെ രാവിലെ റൂമിൽ നിന്നിട്ട്
വേണുവിനെയും രേവതിയും വിളിക്കുക. എന്നിട്ട് പറയുക, എനിക്കിവിടെ ജീവിച്ചു പോകാനൊന്നും പറ്റില്ല. അനി ഇവിടെ പ്രശ്നം ഉണ്ടായി ഇന്നലെ. ആ വീഡിയോ എല്ലാവരെയും കാണിച്ചു. പക്ഷേ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ട്. ആദർശം നയനയൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവനുമായിട്ട് ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു. അവനുമായിട്ട് ഒത്തുപോകാനൊന്നും പറ്റില്ല. അവൻ്റെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ അവൻ മരിക്കണം, അല്ലാതെ പറ്റില്ല. കഴിഞ്ഞ ദിവസം കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചത് അവൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്നാ. അതേസമയം ആലിത്തറയിൽ പോയി കിടന്ന് ആ നന്ദുവിനെയും കെട്ടിപ്പിടിച്ച് വരുമെന്ന് ഞാൻ കറിഞ്ഞു വച്ചാ. അപ്പോൾ വേണു പറയാ, ശരിയാ മോളെ, ഞാനും ഓർത്തു അവൻ എവിടെയെങ്കിലും പോയി തീർന്നെന്ന്. നിന്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയേനെ. ഇതിപ്പം ഒന്നും അല്ലാത്ത രീതിയായി പോയല്ലോ. അന്ന് അവൻ തീർന്നിരുന്നെങ്കിൽ നിനക്ക് കുറച്ച് അനുകമ്പ കിട്ടിയേനെ, കുറച്ച് സ്വത്തുക്കളും ഒക്കെ കിട്ടി. ആ കാരണവർ തന്നെ നിന്നെ വേറൊരു വിവാഹം കഴിച്ച് വിട്ടേനെ. ഇതിപ്പോൾ അങ്ങനെ വല്ലതാണോ ഒരു ശല്യം? അവൻ പോയി ചാകുന്നുണ്ടോ? അതും ഇല്ല. ഇനി എന്താ നമ്മൾ ചെയ്യുക? അപ്പോൾ അനാമിക പറയാ, അവന് ഒതുത്ത് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അച്ഛൻ ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. നീ എന്താന്ന് പറഞ്ഞു? എപ്പോഴും നിൻ്റെ ഒപ്പം ഈ അച്ഛനില്ലേ? അതെ, നമ്മൾ അന്ന് നന്ദുവിനെ കൊല്ലാനൊരു കൊട്ടേഷൻ കൊടുത്തില്ലേ? അന്ന് ചീറ്റിപ്പോയ കൊട്ടേഷൻ. അതുപോലെ ഒരു കൊട്ടേഷൻ കൂടി കൊടുക്കണം നമുക്ക്. എന്താ മോളെ, അനിയെ കൊല്ലാനാണോ എന്ന് ചോദിക്കുക വേണു. അപ്പോൾ പറയുന്നുണ്ട്, അതെ, അനിയെ കൊല്ലാൻ. ഇനി അവനും ഒത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴക്കും പോലും അടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇതൊക്കെ സാർവത്രികമാണ്. അതുകൊണ്ട് ഒരു ചെറിയ കൊട്ടേഷൻ, കുറച്ച് പണമൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയാൽ മതി. അവനങ്ങ് തീർന്നു കിട്ടിയാൽ മതി. മനസ്സമാധാനം ഉണ്ടാവും. നമ്മുടെ പ്ലാനുകൾ മുന്നോട്ട് പോകും. അല്ലാതെ ഒരു പ്ലാനും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല അച്ഛാ, അവൻ ജീവിച്ചിരുന്ന അവൻ ആ നന്ദുവും മൊത്തമുള്ള ജീവിതം അവർ ജീവിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ ജീവനോടെ ഉള്ളപ്പം അവന് നന്ദുവും കൂടെ സുഖിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അതിന് നല്ലത് അവനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്നത് തന്നെയാണ്. ഇപ്പോൾ വേണു പറയാ, മോളെ ഒന്നുകൂടി ആലോചിക്കുന്നേ. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാലോ? ആ നന്ദു ഒരു SI അല്ലേ? ഒരന്വേഷണം വരാനില്ല. ഒന്നെങ്കിൽ ആത്മഹത്യയാക്കണം, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്. അവനെ നമുക്കങ്ങ് തീർക്കണം. പണി അറിയാവുന്ന ആൾക്കാരെ അച്ഛൻ പണി ഏൽപ്പിക്കും. പണം ഞാൻ എത്തിക്കാം. അപ്പോൾ ഉടനെ വേണു പറയാ, ശരി മോളെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. 1-2 പേരുണ്ട് എൻ്റെ കസ്റ്റഡിയിൽ. ഇതിലൊരു പിഴവും നമുക്ക് പറ്റാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനത് ഏൽപ്പിക്കാം എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാം ശരി എന്ന് പറയുകയാണ് നമ്മുടെ അനാമിക. ഇതൊക്കെയാണ് നമ്മുടെ ദേവയാനി പുറത്തൊന്ന് കേൾക്കുക. അപ്പം ദേവയാനിക്ക് പേടിയാവാണ്. ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കാണ്, ഇത്രയ്ക്ക് ദുഷ്ടയാണോ ഇവള്? അനിയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ അവൾ തയ്യാറായിരിക്കുന്നു. അപ്പം നന്ദുവിനെ അന്ന് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതും ഈ ദുഷ്ട തന്നെയായിരുന്നല്ലേ? ഇപ്പം അനിയെ കൊല്ലാൻ എന്തായി തീരും? വേണുവാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഇവളുടെ വീട്ടുകാരൻ തനി ഫ്രോഡുകളാണ്, കൊലപാതകികളാണ്. എന്തൊരു ദുഷ്ടന്മാരാണ്. എനിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഞാനിതിപ്പം എല്ലാവരോടും വിളിച്ചു പറഞ്ഞാൽ അതെന്താവും അവസ്ഥ? ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എങ്ങനെ ഇത് തടയണം, അനിയെ ശ്രദ്ധിക്കണം എന്നൊക്കെ ദേവയാനി വിചാരിക്കുക. അതേസമയം വേണു പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി അനി കാറിൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് കൊട്ടേഷൻകാരെ കൊണ്ട്. ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അനിയെ ഇടിച്ചിട്ടു. അനി ബോധരഹിതനായി കിടക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും അവർ കൊട്ടേഷൻകാരൊക്കെ പോവുക. ആ സമയത്ത് നമ്മുടെ ദേവയാനി ഒരു കോള് വരികയാണ്. ദേവയാനി കുറച്ച് പേരെ ആക്കിയിട്ടുണ്ട് അനിയെ നോക്കാൻ. അപ്പോൾ അനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് അറിഞ്ഞ് ദേവയാനിയും സംഘവും എല്ലാവരും ഓടി ചെല്ലുക. അനിയെ ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുകയാണ്. അനി മരിച്ചിട്ടില്ല, അനി അബോധാവസ്ഥയിലാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനിക്ക് മനസ്സിലാവുകയാണ് ഇത് അനാമിക കൊട്ടേഷൻ കൊടുത്തത് തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ലെന്ന്. അതേസമയം ജാനകിയൊക്കെ ഹോസ്പിറ്റലിൽ വന്നതെന്ന് കരയുന്നുണ്ട് കേട്ടോ, എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞ്. അനാമികയാണെങ്കിൽ നാടകം കളിച്ച് അവിടെ എത്തുകയാണ്. അയ്യോ അനി, നിനക്ക് എന്ത് പറ്റി? എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ജീവനായിരുന്നു. നീ മദ്യപിച്ച് ആ നന്ദുവിനെ ഓർത്ത് ബോധമില്ലാതെ വണ്ടി ഓടിച്ചിട്ടല്ലേ ഇപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ്. അതേസമയം അനി മരിച്ചില്ലല്ലോ എന്നുള്ള വിഷമാണ് അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും മനസ്സിൽ. അവർ 3 പേരോട് ഇതെന്ന് പറയുന്നുണ്ട്. അല്പത്തിന് പാളിപ്പോയി, അവൻ രക്ഷപ്പെടുമായിരിക്കും. ഹോസ്പിറ്റലിലായില്ലേ, ഇനി രക്ഷപ്പെടുമായിരിക്കും. നശിക്കാൻ അപ്പോൾ തന്നെ അവൻ തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പം ദേവയാനി അങ്ങോട്ട് വരിക. ദേവയാനി അനാമികയുടെ കുത്തിനെ പിടിച്ച് വലിച്ച് നീക്കിയിട്ട് ചോദിക്കുക, എടി ദുഷ്ടേ, നീയല്ലേ ഈ അനി ഈ അവസ്ഥയിലാവാൻ കാരണം? വേറെ ആരുമല്ലല്ലോ. നീ കൊട്ടേഷൻ കൊടുത്ത അനിയെ കൊല്ലാൻ നോക്കിയതല്ലേ എടി ദുഷ്ടേ എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും
അനാമികയ്ക്കിട്ട് അടിക്കുകയാണ്. വേണുവൊക്കെ പിടിച്ചു മാറ്റാൻ വരുന്നുണ്ട്. അതേസമയം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ദേവയാനി ബഹളം വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് നന്ദുവിനെ കൊല്ലാനും പാലിൽ വിഷം ചേർത്ത് തന്നതും ഒക്കെ നീയല്ലേ? ഇത്രയും ദുഷ്ടതകൾ ചെയ്ത നീ ജീവിച്ചിരിക്കാൻ പാടില്ലടി എന്ന് പറഞ്ഞ് കഴുത്തിനൊക്കെ ദേവയാനി കുത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വേണുവും രേവതിയൊക്കെ വന്ന് പിടിച്ചങ്ങ് മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്